അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം വർണ്ണനകൾക്ക് അതീതമാണ്. കാടും മേടും കാട്ടാറും താണ്ടിയെത്തുന്ന ഭക്തർക്ക് മനഃശാന്തിയുടെ കുളിർ പകരുകയാണ് അയ്യന്റെ കാനനം. കാട്ടാനയും കാട്ടരുവിയും എന്നിങ്ങനെ സകല പ്രകൃതി സസ്യജീവജാലങ്ങളും ഒന്നായി ചേരുന്ന കാനനത്തിലെ മനോഹര കാഴ്ചകളിലേക്ക്. ശബരിമല ധർമ്മശാസ്താവേ, ധ്യാനസ്വരൂപനേ, കാനനവാസനേ, ഏകാന്തവാസനേ. അയ്യന്റെ കാനന ഭംഗി ഇങ്ങനെ ശാന്തമായി സ്വസ്ഥമായി ആസ്വദിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി പല രൂപത്തിൽ ഭാവത്തിൽ അയ്യപ്പസ്വാമിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകും. സസ്യലതാദികളെല്ലാം ചേർന്ന് വിസ്മയം തീർക്കുന്ന ഒരു സ്വർഗമാണ് അയ്യന്റെ കാനനം. അയ്യന്റെ പൂങ്കാവനത്തിലെ മനോഹര കാഴ്ചകൾ കണ്ട് എത്തിയിരിക്കുന്നത് ഉരക്കുഴി തീർത്ഥത്തിലാണ്. പാണ്ടിത്താവളത്തിൽ നിന്നും 300 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചാൽ ഒറ്റയടി പാതയിലൂടെ എത്തുക ഉരക്കുഴി തീർത്ഥത്തിലേക്കാണ്. പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തരുടെ പ്രധാന സ്നാനഘട്ടവും ഉരക്കുഴി തീർത്ഥമാണ്. അയ്യന്റെ കാനനത്തിനുള്ളിലെ മനോഹര കാഴ്ചയാണ് ഈ കാണുന്ന ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഭഗവാന്റെ സ്നാനഘട്ടം ഭക്തർക്കും ഏറെ വിശിഷ്ടമായ ഇടം. ഇത് വളരെ ഒരു അപൂർവമായിട്ടുള്ളൊരു അനുഭവമാണ്. ഞങ്ങളെല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കുളിക്കാറുള്ളത്. നല്ലൊരു അനുഭവമാണിത്. ഇപ്പം അധികം എല്ലാവർക്കും അറിയില്ല ഇതിനെപ്പറ്റി. പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ഷീണവും നല്ലൊരു ഉന്മേഷവും എനർജിയാണ്. വർഷമായിട്ട് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കുളിച്ചിട്ടാണ് പോവുക. കുളിച്ചാൽ നമ്മളെ ശരീരത്തിൽ എല്ലാ ക്ഷീണവും എല്ലാം മാറും. അതുകൊണ്ട് നമ്മൾ താഴെ നടന്ന് ഇവിടെ വന്ന് കുളിച്ചു പോകും. പ്രകൃതിയോടലിഞ്ഞുള്ള പ്രാർത്ഥന അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അത്രയും മനോഹരമാണ്, വാക്കുകൾക്കതീതമാണ് അയ്യന്റെ പൂങ്കാവനത്തിലെ ഓരോ ഇടവും. കാനന ഭംഗി പകർത്തിയ ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി, ജനം സന്നിധാനം.